രാത്രി എന്റെ ബെഡ്റൂമിൽ വന്നു. അതെ വന്നു. എന്റെ ബെഡ്റൂമിൽ എനിക്ക് വരാൻ പാടില്ലേ? ഞാൻ ഉറങ്ങുമ്പോ ഞാൻ അറിയാതെ എന്നെ കിസ് ചെയ്തില്ലേ? നിന്റെ വീട്ടുകാരെ മുഴുവൻ കണ്ടു അത്. അതാണോ പ്രശ്നം? ഉമ്മ വെച്ചത് ഞാനല്ല, നീയാ. അതെ, കുരുവിയെ സ്വപ്നം കണ്ടെന്തോ പൊലമ്പിക്കൊണ്ട് ചുമ്മാതെ പോയ എന്നെ കെട്ടിപ്പിടിച്ച് നച്ചീ നച്ചീ എന്ന് പറഞ്ഞ് ഉമ്മ വെച്ചില്ലേ? ഇങ്ങനെ ഞാൻ തന്നപ്പോ നീ എന്തിനാ വാങ്ങി? ഏയ്, നീയാള് ഭയങ്കരയാണല്ലോടി. ആവശ്യമില്ലാതുള്ള കുരുക്കെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം പഴി എനിക്കാ. ഇനി കൂടുതലൊന്നും എനിക്കറിയണ്ട, ഞാൻ പോകുന്നു. പോയിക്കോ പോയിക്കോ, സ്വൈര്യം കിട്ടട്ടെ. വെക്കേ ടീം റിസപ്ഷനിൽ അമ്മൂമ്മ കാണും. ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോയിക്കോ പോയിക്കോ. എന്താടി കാറിലിട്ടിരിക്കുന്നേ? ബാബ ബ്ലാക്ക് ഷിപ്പ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നോടാ കളി. പവർ ബോക്സിൽ ഡയമണ്ട് കാണുന്നില്ലടാ. ഡയമണ്ട് അതിലില്ലെന്നോ? ഒരുപക്ഷെ അവളുടെ ബാഗിൽ വീണ് കാണൂ. ഇതാ വരുന്നടാ, കാണൂടാ. എവിടേക്കാ പോണ്ടേ? ഫസ്റ്റ് വൈറ്റിലെ പോടാ, പിന്നെ തൃപ്പൂണിത്തറ പോടാ. വണ്ടി എടാ. ഇവനാണോ? അല്ല. പോടാ, ഇവനെ നോക്കിക്ക്. പോടാ. ഇവൻ അല്ല. ഇവൻ ഭായ്, അത് പോലീസാ ഭായ്. ഹലോ മാഡം. സോറി മാഡം. ആ ഭയം ഉണ്ടാവണം. പുതിയതായിട്ട് വന്നിട്ടില്ലേ രണ്ട് കുരുവി? അതെ മോളെ, രണ്ട് പുതിയ പിള്ളേര് കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. സ്വന്തം അഭിമാനം പണയം വെച്ചാലും ബിരിയാണി ഉപേക്ഷിക്കില്ല അവര്. ഇതാ മോളെ മുഖം മൂടി. ബാഗ് അവിടെ തന്നെ ഉണ്ടാ. എന്നെ നോക്കി ചിരിക്കുന്നടാ അവൾ. വരട്ടുന്നതാടാ. ചെടിയായിട്ട് നിക്ക്. ഇങ്ങോട്ട് ചേർന്ന് ഇവിടെ എന്തിനാടാ വന്നേ? ഓസിന് ബിരിയാണി തിന്നാനോ? ഞാൻ പറഞ്ഞില്ലേടാ, ഞാൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത് നീ? എങ്ങനെയെങ്കിലും നിന്റെ കുരുവിയെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരും. ഏയ്, വളരെ നല്ലവരായിട്ടൊന്നും കാണിക്കണ്ട. ഞാൻ എല്ലാവരും ചെക്ക് ചെയ്തു. 2 കുരുവികൾ ബാലൻസ്. ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു. ഹായ്, കുരുവിയെ കിട്ടാൻ പോകുന്നടാ. ജോളി, വി ആർ ജോളി. വാടാ രാജ, വാടാ രാജ, വാ 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 വാ. പതുക്കെ 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 പിടിച്ചേ. എന്തിനാണ് ബാക്കിൽ പിടിച്ചേ? നിങ്ങൾ എന്റെ ബാഗിൽ പിടിച്ചു, അതാ ഞാൻ ബാക്കിൽ പിടിച്ചേ. എന്നിട്ട് എങ്ങനുണ്ട്? ഇപ്പൊ ബുമ്മുന്നുണ്ട്. കുറച്ച് സ്ലിം ആയിരുന്നെങ്കിൽ സൂപ്പർ ആയനെ. ഞാൻ ആരെന്നറിയോ? ഈ ഏരിയയുടെ PC പോലീസാ. ഐ എം വെരി സോറി മാഡം. ഈ ബാഗിൽ എന്താ ഉള്ളത്? അതിനകത്ത് കള്ളം പറയാം മാഡം, ഇത് എന്റെ ബാഗാ. കള്ളന്മാര് 2 ദിവസമായിട്ട് ഫോളോ ചെയ്യാ. ഇങ്ങ് തരും മാഡം. എൻക്വയറി കഴിഞ്ഞതിന് ശേഷമേ ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയൂ. ഇവിടെ വാ. വെള്ളം അടിച്ചിട്ടുണ്ടോ? ചേച്ചേ, ഭായിയുടെ കല്യാണത്തിന് ആരെങ്കിലും വെള്ളം അടിക്കുമോ മാഡം? ഊത് ഊത് ഊത്. ഓ, ഇവിടെ നിന്നാണോ? അവൻ രക്ഷപ്പെട്ടു പോയി. പോയി പിടിക്കണവനെ. ഓടാ. വിടിയവനെ.
എടുക്കടാ, ഫോൺ എടുക്ക്. ഗോച്ചാടാ. അമ്മേ, എവിടെയാടാ നീ? മലേഷ്യയിൽ ഒരാളെ കാണാൻ പോയിരുന്നില്ലേ? അദ്ദേഹം നിന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. ഗോച്ചയാണെന്ന് പറയാമേ. ഗോച്ചാന്ന് അദ്ദേഹത്തിന്റെ പേര്. പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാമേ. നിന്റെ അച്ഛന് കൊടുക്കാനുള്ള പണമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നേ. പേര് ദർശന. എല്ലാം പെൺകുട്ടികളാണല്ലോ ഇവിടെ. നീയൊന്ന് വേഗം വാ മോനെ. പതുക്കെ വന്നാ മതി എന്ന് പറ. ഒട്ടും ധൃതിയില്ല എനിക്ക്. കുട്ടിയേതാ? ചേച്ചിയെ നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? അതിനെന്താമ്മേ, എന്നാലും കണ്ടുപിടിച്ചല്ലോ. എന്തും പെട്ടെന്ന് ചെയ്യും. വേണുവിന്റെ വിഷയമാവും പ്രത്യേകിച്ച്. ഇന്ന് തീർക്കാം എല്ലാം. ഞാൻ വരുന്നെന്ന് പറയാമേ. ചേട്ടൻ എവിടെയായിരുന്നു? എടാ വേണു, എവിടാ പോയത്? ഒരു വലിയ മനുഷ്യൻ എത്ര നേരം നിന്നെ വന്ന് കാത്തിരുന്നു. കുഞ്ഞ് കരഞ്ഞപ്പോ ഇപ്പോഴാ കുഞ്ഞിനെ കളിപ്പിക്കാൻ വെളിയിലേക്ക് പോയത്. വെളിയിലോ? ആ, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഏയ്, ഞാൻ ഇവിടെ ഉണ്ട്. വാ, മുകളിലേക്ക് വാ. വാ മോനെ കുരുവി. കുഞ്ഞ് കരഞ്ഞു. തോക്കെടുത്ത് കൊടുത്തപ്പോ ടപ്പേന്ന് കരച്ചിൽ നിർത്തി. അതിനറിയില്ലല്ലോ ഇത് പൊട്ടൂന്ന്. കളിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് കളിച്ചു. എവിടാ ഡയമണ്ട്? താടാ തരാൻ. ശിവദാസന് ജനിച്ച പുലിയല്ലേ നീ? അതുകൊണ്ടാ നിന്നെ കൂട്ടിലിട്ട് ഈ ഗോച്ച ഡീൽ ഉറപ്പിച്ചേ. എടാ, ഞാൻ ഡയമണ്ടിന് വേണ്ടി മാത്രമല്ല, നിന്നെ കാണാൻ കൂടിയാ വന്നേ. നിന്റെ അച്ഛൻ നിന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഓടിപ്പോയി നിന്റെ അച്ഛനെ പറ്റി ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ അച്ഛനെങ്ങും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അവനെ കുറച്ച് കളി പഠിപ്പിക്കടാ. സൂപ്പർ അല്ലേ? നിന്നെ പോലെ തന്നെടാ നിന്റെ അച്ഛന് കാശ് ചോദിച്ചു വന്ന കൊച്ചിക്ക്. എന്നൊരു കോൺട്രാക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനും ജനങ്ങളോടൊപ്പം ജോലി ചെയ്തു. ഈ കല്ല് കിംബർലൈറ്റ് അല്ലേ? ഈ കല്ല് കണ്ടാല് ഇതിന്റെ അടി തീർച്ചയായും വൈരം ഉണ്ടാവും. ആ സ്ഥലത്ത് വൈരം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളിൽ വൈരം വെച്ചിട്ട് പുറമെ കാവൽ നിൽക്കാൻ ഞാനെന്താ ഭൂതമാ? ഇത് ഖനനം ചെയ്ത് നമ്മൾ എടുക്കുന്നത് തെറ്റാ. ഇത് ഗവൺമെന്റിനുള്ളതാ. നിന്റെ അച്ഛനത് എടുക്കുന്നത് എതിർത്തു. ന്യായമായിട്ട് പണിയെടുത്ത കാശ് മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങളുടെ നാട്ടിൽ പോവാം. പാവമാടാ നിന്റെ അച്ഛൻ. എന്നെ പറ്റി നന്നായിട്ട് അറിയില്ല.
കൊച്ചിയിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്ന് തള്ളണമെന്ന് വിചാരിച്ചു ഞാൻ. ഏയ്, നിന്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. ഖനനം ചെയ്ത നീയൊക്കെ ജീവനോടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ മുതലാളി വേണ്ട മുതലാളി. നിന്റെ അച്ഛന്റെ കൂടെ വന്ന ജനങ്ങളെ മാത്രം കൊന്നു എന്റെ പാർട്ട്ണർ. ഏതോ ദൈവം വരുന്നത് പോലെ എന്റെ മകൻ വരും മകൻ വരുന്ന് പുലമ്പിക്കൊണ്ടേയിരുന്നു നിന്റെ അച്ഛൻ. പോയി പറയാൻ പോകുമല്ലേ അവൻ വരില്ല, ചത്തുപോയെന്ന്. ഏയ് ഏയ് നീ ഇങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ലിഫ്റ്റിന്റെ വയറ് കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ലിഫ്റ്റ് ഭൂമി പടർന്ന് താഴേക്ക് പോവാൻ പോവാ. നീ മേലേക്ക് പോവുക. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. ഏയ്, പൊക്കട മുകളിലേക്ക്. മുറിക്കടാ കേബിള്. വേണ്ട വേണ്ട. നീ ഭസ്മമായി പോകൂടാ, നീ നശിച്ചു പോകൂടാ. ഓടി വേണ്ടെന്ന് പറ ഗോച്ച. ഓടി ഇങ്ങോട്ട്. വേണ്ട 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 ഗോച്ച. ഒന്ന് വേഗം വേണുവിനെ രക്ഷിക്കാൻ നോക്ക്. വാടാ നോക്ക് വാ.